ഇത് പൊള്ളിയാലെല്ലാം അരച്ചിട്ടാ പിന്നെ ഒന്നും മരുന്ന് വേണ്ട. ഇത് ഈ നാട്ടിൽ അധികം എല്ലാ വീട്ടിലും ഇല്ലേ കയ്പക്ക. എന്താ ഇനി കയ്പൊന്നുമില്ല, ഞങ്ങൾ അധികം കറി വെക്കുന്ന ഇത് തന്നെ. ഇത് ഇന്ന് വിത്തായിട്ട് എല്ലായിടത്തും മുളച്ചിട്ട് വളപ്പിടിയാവും. എല്ലാരും വന്നിട്ട് കൊണ്ടുപോകും ഈ കയ്പക്കേന. ഇതാ പറഞ്ഞിട്ട് അങ്ങ് മുകളിലേക്ക് എത്തി. ഒരു വിത്ത് വീണാ മതി, ആ നാട്ടിലിടിയാന്നേ കയ്പക്ക. ഇത് നട്ടിട്ട് ഇങ്ങനത്തെ പരമേ ചെമ്പരത്തിയുടെ മുകളിൽ എവിടെ ഇങ്ങനെ പറിക്കാ മതി. പിന്നെ അതിന് നോക്കും വേണ്ട ഒന്നും വേണ്ട, പിന്നെ പറിച്ചിട്ട് വന്നാ മതി. എത്ര വേണം പറ്റും. ഇത് പച്ചൻ തന്നെ കറി വെക്കണം, അല്ലെങ്കിൽ ഒന്നുകിൽ പഴുക്കും അല്ലെങ്കിൽ പാടിപ്പോവും. ഈനോടെല്ലാം എത്ര വിത്ത് വേണമെങ്കിലും ആക്കാം. നിങ്ങളെ നാട്ടിലെല്ലാം ഇതുണ്ടോ അപ്പ ഇങ്ങനത്തത്? ഉണ്ടെങ്കിൽ കമന്റ് ഇടണം. ഞങ്ങളെ നാട്ടിൽ ഇത് തന്നെ എല്ലാ വളപ്പിലും. ഇതിനധികം വെള്ളമൊന്നും വേണ്ട, എവിടെയെങ്കിലും ഇരിക്കാൻ നട്ടിട്ട് വെച്ചാൽ മതി. പിന്നെ ദിവസം കറിക്ക് കിട്ടും, കയ്പൂല്ല. ഇത് പരിക്കുമ്പോ ഒരു വീട്ടിലേക്ക് വന്ന കറിക്ക് കുറെ സമയം പരിക്കണം. ഇത് ചെറുതല്ലേ, ആര് പരിക്കാനൊന്നും ഇതിനെ കൂടിയില്ല. നമ്മ തന്നെ പറിച്ചിട്ട് കറി വെക്കല്. പിന്നെ കയ്പൊന്നും ഇല്ലാതുകൊണ്ട് കുഞ്ഞുവെല്ലാം വാങ്ങല് തിന്നും. ഇവിടെ നട്ടെങ്കിൽ അടുത്ത വീട്ടിലേക്ക് എത്തും. അത് ഇതപ്പോ ഇതിലെ പോയി അങ്ങ് മറ്റേ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഇന്ന് ഈ കറി വെക്കുമ്പോൾ പറിച്ചിടാകുമ്പോ കുറച്ച് പഴുത്തു പോയി. ഇത് നല്ല പച്ച തന്നെ കറി വെക്കണം, മറ്റേതെല്ലാം വിത്ത് വീണിട്ട് അവിടെ മുളക്കും. ചെറുതന്നെ ഉണ്ടാവും ഇവിടെ എവിടെയെങ്കിൽ, അത് ഇതിന്റെ തേൻ കുടിക്കാൻ വേണ്ടിയിട്ട് വരും. വേറെ ഏത് പൂലും അങ്ങനെ വരുന്ന കാണുന്നില്ല. ഇതെല്ലാം പാർന്നു. ഇത് വെയില് കൊള്ളുന്ന ഭാഗം നല്ല ചോപ്പ് വരും. ഇത് ഞങ്ങളെ മായിലങ്ങോട്ട് അടുത്ത വീട്ടിലെത്തിയ വീട്ടിൽ ഈ ചോന്ന വസലുണ്ട്. ഇത് ഏടെ ഉണ്ടായില്ല, അങ്ങനെ ഞാൻ ഇതിന്റെ തൈ മനസ്സിന് കൊണ്ടുവന്നേ. പച്ച വസല എല്ലായിടത്തും ഉണ്ട്, ഈ ചോന്ത ഏടിയില്ല. ഇത് ഇപ്പൊ കർണാടകത്തിൽ നിന്ന് കൊണ്ടുവന്നത്. പച്ച വസലക്ക് പരിപ്പിട്ടിട്ട് കറി വെക്കല്, ഇത് കടലായിട്ടിട്ട് കറി വെക്കല്. അപ്പോഴും ഇതിന് പാങ്ങധികം. ഇത് നല്ലോണം വെള്ളവും വേണം, നല്ല വെയിലും കൊള്ളണം, അപ്പൊ നല്ല നിറം ഉണ്ടാകും. ഇത് പൊള്ളിയാലെല്ലാം അരച്ചിട്ടാ പിന്നെ ഒന്നും മരുന്ന് വേണ്ട. പൊള്ളുമ്പെല്ലാം അരച്ചിട്ടെങ്കിൽ ആസ്പത്രിക്കൊന്നും പോകണ്ട, അത്ര തണുപ്പ്. പണ്ട് കാലത്തെല്ലാം പൊള്ളിയിട്ടാകുമ്പോ ആസ്പത്രിക്കൊന്നും പോയില്ല. ഈനെ എന്നെ അരച്ചിട്ട് ഇതിന്റെ ഇല ഇട്ടെങ്കിൽ വേറെ മരുന്നൊന്നും വേണ്ട. അങ്ങനെ ഞങ്ങൾ പണ്ട് കാലത്ത് ഇടല്. ഇപ്പോഴും അതെ, ഞങ്ങളെ വീട്ടിൽ ഇല്ലാഞ്ഞിട്ട് ഞങ്ങൾ അരച്ചിടാതെ. ഇത് വെയിൽ കൊള്ളുന്ന ഭാഗം നല്ല ചോപ്പ് വരും, ഇത് വെയിൽ കൊള്ളാത്ത ഭാഗം പച്ച. മറ്റത് എല്ലായിടത്തും പച്ച, വെയിൽ കൊണ്ടാലും പച്ച അല്ലെങ്കിലും പച്ച തന്നെ മറ്റത്. വെയിൽ വാങ്ങി കൊള്ളട്ടെ, അപ്പൊ നല്ല നിറം വരും. ഇതെല്ലാം വെയിൽ കൊള്ളുന്നതായിട്ട് ഇങ്ങനത്തെ കളർ. ഇതിന്റെ തൈക്ക് ആരും ചോദിച്ചറില്ല. ഇതിന്റെ തൈ ഇപ്പൊ ആർക്കും കൊടുക്കില്ല. ഞങ്ങൾ അയക്കുടിയായിട്ട് ഞങ്ങൾക്ക് ചെറിയൊരു തൈ തന്നത്. ഇനി ഞങ്ങളെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ആയിട്ടാകുമ്പോ ഞങ്ങൾ തരാം 2 കൊല്ലം കഴിയുമ്പോ. എല്ലാരും ചോദിച്ചറില്ലേ. ബസ്സിലേറെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നാളെ പുതിയ വിശേഷമായി കാണാം.